ഞാൻ ഈ മോട്ടിവേഷനുമായിട്ട് നടക്കുന്ന ആളാ. അപ്പൊ തേള് കേളോ? അല്ല, മൂട്ടിൽ വിഷവുമായി നടക്കുന്ന ആളെന്ന് പറഞ്ഞു. അമ്പടി തമാശക്കാരി. ഞാൻ സ്പീക്കറാണെന്ന്. 10,000 വാട്സിന്റെയോ 20,000 വാട്സിന്റെയോ? പിന്നെ തമാശ. ഞാൻ മോട്ടിവേഷണൽ സ്പീക്കറാണെന്നാ പറഞ്ഞത്. മനസ്സിലായില്ല. ഈ പൂവാല ശല്യം എങ്ങനെ തടയാമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന മോട്ടിവേഷണൽ സ്പീക്കർ ഡോക്ടർ സുനിൽ കുമാറാണ് ഞാൻ. നല്ല ആളാ വന്നിരിക്കുന്നത്. കളിയാക്കണ്ട കേട്ടോ. ഞാൻ സ്ത്രീകളുടെ സുഹൃത്തും വഴികാട്ടിയുമാണ്. വെൽക്കം ടു ദി കടപ്പുറം. ഓക്കെ, നൈറ്റ് വീട്ടിലെ. അല്ല, നൈസ് ടു മീറ്റ് യു എന്ന്. ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഇവിടെ വെച്ച് എന്റെ സ്വപ്നത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ട്. സ്വപ്നത്തിലായത് നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു അയ്യോ, പെൺകുട്ടികളോട് അനാവശ്യം പറഞ്ഞാൽ അടിച്ചു മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. എന്നാൽ ആ ഷേപ്പും വെച്ച് ഞാൻ വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനും പോയി മത്സരിക്കും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഐ ആം വെയിറ്റിംഗ്. എന്റെ കാലിൽ ചെരുപ്പാണ് കിടക്കുന്നത്. അയ്യോ, എന്തൊരൊത്തൊരുമ. എന്റെ കാലിലും ചെരുപ്പാണ് കിടക്കുന്നത്. സെയിം ബീച്ച്. ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. ഒരു ചെരുപ്പ് കിട്ടിയിട്ട് എന്തെടുക്കാനാ? 2 ചെരുപ്പ് തന്നു കഴിഞ്ഞാൽ അമേരിക്ക കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ആ ഉഷയ്ക്ക് കൊണ്ട് ഒരു ഗിഫ്റ്റ് എങ്കിലും കൊടുക്കാമായിരുന്നു. മനുഷ്യജീവി, നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീകളുടെ പുറവേ നടന്ന് അവരെ ശല്യം ചെയ്യാൻ? ശീലാമണി, ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ്? പുറമേ നിന്ന് കാണുന്നവർക്ക് ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഇതുപോലെ നശിച്ചൊരു ജോലി. But I am enjoying myself. അല്ലെ, ഈ പറഞ്ഞ കർത്തമ്മ വിവാഹിതയാണോ? അതെ, വിവാഹിതയാണ്. ആരെയാ കെട്ടിയത്? പളനി. എവിടെ നിന്ന് കെട്ടിയെന്നല്ല, ആരെ കെട്ടിയെന്നാ ചോദിച്ചത്. എന്റെ ഭർത്താവിന്റെ പേരാണ് പളനി. എന്നിട്ട് അയാൾ അവിടെ പോയി. അയാള് പുറം കടലിൽ പോയി. എന്നിട്ട് തല പോയില്ലേ? എന്തോന്ന്? പുറം കടലിൽ പോയെന്ന് പറഞ്ഞു. അയ്യോ അമ്മേ, എന്തു പറ്റി? ഇതിന് മറു കൗണ്ടർ പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചു തടവി ഇറക്കിയതാ ഞാൻ. നിങ്ങൾ വിവാഹിതനാണോ? അടുത്ത മാസം എന്റെ വിവാഹമാണ്. ആരാണ് വധു? നിന്റെ കൊച്ചു മുതലാളിയില്ലേ, അവനാണ് മധു. മധു ആരാണെന്നല്ല, പിന്നെ വധു ആരാണെന്ന്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. ആ പെണ്ണ് ഏതാണെന്ന്. അതല്ലേ കല്യാണ പെണ്ണ്. ആ പെണ്ണ് ഏതാണെന്ന്. അതല്ലേ ഞാൻ എന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നവൻ. ആ ഭാര്യ ഏതാണെന്ന്. ഒരു പാവപ്പെട്ട അച്ഛന്റെയും അമ്മയുടെ മകൾ. ആ പോകുന്ന അട്ടയെ ഒന്ന് പിടിച്ചു തരാമോ? എന്തിനാ? നിങ്ങളോട് കടന്ന് ബളബളാന്ന് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ആ അട്ടയുടെ കാലെ പിടിച്ച് ഗിത്താർ വായിക്കുന്നതാ. അത് ശരി. അല്ല, വിഷമിക്കേണ്ട പെങ്ങളെ. ഇതെന്താ ഇത്? ഒരു കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ചെറിയൊരു ബാക്ക് സപ്പോർട്ട്. വർക്ക്ഔട്ട് ആയില്ല. അദ്ദേഹം എന്നെ കുറിച്ചും ആ കൊച്ചു മുതലാളിയെ കുറിച്ചും എന്തൊക്കെ വൃത്തികെട്ട കഥകളാണ് തുറയിൽ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാമോ? എങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഈ പറഞ്ഞ കഥകള് ഒരു 30 പേജിൽ കവിയാതെ എനിക്കൊന്ന് എഴുതി തരാമോ? അതെന്തിനാ? ഫയറും മുത്തച്ചിപ്പിയും വായിച്ച് ഞാൻ മടുത്തു.